വലിയ തുല്യതയെ പറ്റി കൂടുതൽ സംസാരിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ തുല്യതയില്ലാതെ പെരുമാറുന്നത്. കേരളത്തിലെ ഏതെങ്കിലും മാധ്യമ നേതാക്കന്മാരെ നമുക്ക് വിമർശിച്ച് കഴിഞ്ഞാൽ ഇവരത് സഹിഷ്ണുത കേൾക്കൂ? ഒരിക്കലും ഇതൊക്കെ എന്ന് പറയും, ഇതൊക്കെ വെറുതെ ഇരുന്നുണ്ട് അടിച്ചുവിടാൻ പറ്റുന്ന ചില പച്ച മലയാളത്തിൽ പറഞ്ഞ താളങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പക്ഷെ തുല്യത എന്നുള്ളൊരു നല്ലൊരു സങ്കല്പമല്ലേ, അത് നടപ്പിലാക്കാൻ പറ്റില്ലെന്നേ. അതാണ് പ്രായോഗികത. സോഷ്യലിസം മഹത്തായ ആശയമാണ്, നടപ്പിലാക്കാൻ പറ്റില്ല. ഇപ്പം കമ്മ്യൂണിസം, ഞാൻ പലപ്പോഴും കമ്മ്യൂണിസത്തെ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എതിർക്കുകയല്ല, അതിൻ്റെ മറ്റൊരുപാട് ആശയങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. ഒരുപക്ഷെ ഞാനൊരു ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാർട്ടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് നടപ്പിലാക്കാൻ പറ്റത്തില്ല. തുല്യത, സ്ഥിതി സമത്വവാദം, ഇതെങ്ങനെ നമുക്ക് സമൂഹത്തിൽ നടപ്പിലാക്കാൻ പറ്റും? പിണറായി വിജയനും ഒരു ലോക്കൽ സെക്രട്ടറിയും ഒരേപോലെ ഇരിക്കണമെന്ന് ആ പാർട്ടിയിൽ തീരുമാനമെടുക്കാൻ അവർക്ക് പറ്റുമോ? പറ്റില്ല. അവർക്ക് നടപ്പിലാക്കാൻ ഒരിക്കലും പറ്റില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രായോഗിക അല്ല എന്ന് പറയുന്നത്? ശക്തി വ്യത്യാസമായതുകൊണ്ടാണ്. അല്ല, ശക്തി വ്യത്യാസം ആയതുകൊണ്ടല്ല, അത് നമ്മുടെ പ്രകൃതിയുടെ ഒരു സന്തുലനാവസ്ഥയുടെ കൂടി ഭാഗമാണ്. ഇവിടെ ഇപ്പം നമുക്കിവിടെ ഓക്സിജൻ മാത്രമായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അപ്പം ഓക്സിജൻ നല്ലതല്ലേ, ഓക്സിജൻ മാത്രം നമുക്കായാൽ മതിയായിരുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ദോഷകരമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, നല്ല കാര്യങ്ങളുമുണ്ട്. ഇതിനൊരു ബാലൻസിങ് ഉണ്ട്. ഈ ബാലൻസിങ് തെറ്റാതെ കൊണ്ട് നടക്കുമ്പോഴാണ് ഒരു സ്ഥാപനം